ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. ഇപ്പോൾ എൻ്റെ ഈ പാത്രം നല്ല തിളങ്ങുന്നുണ്ട്, ഇപ്പോൾ കിടന്നിട്ട് അല്ലേ, നല്ല കരി പിടിച്ച പാത്രമായിരുന്നു കേട്ടോ. അതിൻ്റെ എങ്ങനെ ഇത് ഈ രൂപത്തിലാക്കി മാറ്റി നമുക്ക് കാണാം. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. നല്ല ഇത് ഞാൻ പപ്പടം പൊരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു, അതിന് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത് പോകാവുന്ന ടൈപ്പാണ്, പക്ഷേ കരി പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഞാൻ ഈ രൂപത്തിലാക്കിയെടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സോപ്പും പൊടി, നമ്മൾ ഏത് സോപ്പും പൊടി യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെ 1 ടേബിൾ സ്പൂൺ സുർക്ക വിനാഗർ അത് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു നാരങ്ങയുടെ ഹാഫ് പീസ് നാരങ്ങ നീരാണ് വേണ്ടത്. അതൊന്ന് ആക്കി ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. അതിന് ശേഷം ആ നാരങ്ങയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ട നമ്മൾ പാത്രം കരിഞ്ഞ ഏത് പാത്രമാണോ അതെടുക്കുക. അത് ഒരു പക്കട് വെച്ചിട്ടോ എന്തിനും ജസ്റ്റ് അതിലിട്ട് മുങ്ങുന്ന ടൈപ്പ് പാത്രമാണ്. ഞങ്ങൾ ചെറുതാണെങ്കിൽ നമ്മൾ വെള്ളം എടുക്കുന്ന പാത്രം വലുതും കരി പിടിച്ച പാത്രം ചെറുതാണെങ്കിൽ അതിൽ കൊള്ളുന്നതാണെങ്കിൽ കയ്യിൽ അങ്ങനെ ഇട്ട് വയ്ക്കാം. അല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്കൊരു പക്കട് വെച്ചിട്ട് ചൂടാവില്ല, പാത്രം അതിൽ ചൂടാവില്ല. അപ്പോൾ അത് ചൂട് തട്ട ഒരു പക്കട് പോലത്തെ യൂസ് ചെയ്തിട്ട് നമുക്കതിലിങ്ങനെ സൈഡ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ വെള്ളം തിളച്ച് വരുന്നുണ്ട്, എല്ലാം ചൂടായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ നമുക്ക് കടലിൽ തിരമാല വരില്ലേ, അതുപോലെ തോന്നിയിട്ടാണ്. അപ്പോൾ ഞാനതിങ്ങനെ കുറച്ച് നേരം കണ്ട് തീ എനിക്ക് വെള്ളം പുറത്തേക്ക് വരുന്നില്ല, ഒരു പാകത്തിനുള്ള ഫ്ലെയിം തന്നെ ആക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് അങ്ങനെയൊക്കെ തിരിച്ച് മറിച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇട്ടിട്ട് 30 മിനിറ്റ് കുതിരണം കേട്ടോ. അത് ചൂട് തട്ടി അത് കുതിരണം, അതൊരിട്ട് വെക്കണം. പെട്ടെന്ന് എടുക്കരുത്. എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ല അങ്ങനെ ഇതേപോലത്തെ സ്ക്രബ്ബ് വെച്ചിട്ട് സ്ക്രബ് തന്നെ എടുക്കുക, നല്ല ഉരച്ച് കൊടുക്കണം. നല്ല ശക്തിയിൽ തന്നെ അത് ഉരച്ച് കൊടുക്കണം. അങ്ങനത്തെ സ്ക്രബാണ് ഏറ്റവും ബെറ്റർ. നല്ല സ്ക്രബാണെങ്കിൽ പെട്ടെന്ന് അവിടെ പോകും, ഒന്നും കുതിർന്നുണ്ടാവില്ല, ചൂട് തട്ടുന്ന കുതിർന്നുണ്ടാവും. അങ്ങനത്തെ സ്ക്രബാണ് കേട്ടോ ഏറ്റവും നല്ലത്, എല്ലാം പെട്ടെന്ന് പോകാൻ പരിച്ചിട്ട്. അതാണ് പാത്രം പുറത്തെടുത്ത് നല്ല ചൂടെടുക്കാനല്ല, ഒരു ഇളം ചൂടിൽ നമ്മളത് ഉരച്ച് കഴുകണം കേട്ടോ, എന്നാൽ പെട്ടെന്ന് അത് പോയി കിട്ടും. അതിന് നല്ല വെള്ളം ഒഴിച്ച് നല്ല കഴുകി നല്ല ഉരച്ചിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം ക്ലീനാവും. നല്ല ഉരച്ച് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ പാത്രം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ബാക്കൊക്കെ നല്ല കരി പിടിച്ചതായിരുന്നു കേട്ടോ, ഉള്ളൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നല്ല നീറ്റായി. ഒരു 10 മിനിറ്റ് നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും കരി പിടിച്ച പാത്രങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ അത് ചെയ്ത് നോക്കുക. നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ, അത് കളയാനും ഇതാനും നിൽക്കണ്ട. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കത്തി കൊണ്ട് മുറിയുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അധികം ഇട്ട് ഉറക്കാൻ പറ്റാൻ ഇന്നലെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അരച്ചാൽ സ്ക്രബ് ഇട്ട് അരച്ചാൽ തന്നെ അത് പോവും ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കരി പിടിച്ച പാത്രങ്ങൾ ഇത് ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.